Hello everyone, welcome back to Career Line Kerala. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ നോട്ടീസുകൾ വന്നിരിക്കുകയാണ്. പല നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നേടാവുന്ന കുറച്ച് ജോലികളാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റ് ആണ്. ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഒരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണ് വരുന്നത്. അതിന് ഇതിൻ്റെ സാലറി വരുന്നത് 67,000 രൂപയാണ്. PhD സ്കോളേഴ്സിന്. നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി സ്കോളേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 61,000 രൂപയായിരിക്കും സാലറി വരുന്നത്. ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഓർ MBA, MFC ഇൻ ഫിഷറീസ് ബിസിനസ് മാനേജ്മെന്റ്, ഫിഷറീസ് എക്കണോമിക്സ്, ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജി, അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 21 വയസ്സാണ്. ആൻഡ് മാക്സിമം ഏജ് വരുന്നത് 45 വയസ്സാണ്. ആൻഡ് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. OBC കാൻഡിഡേറ്റ്സിന് 3 ഇയേഴ്സും അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ വരുന്നത് 8/10/2025 നിങ്ങളുടെ ഇൻ്റർവ്യൂ വരുന്നത് രാവിലെ 10:30. അതേ ദിവസം തന്നെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ ആയിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ വരുന്നത്. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽഡ് ബയോഡേറ്റ ഇതിൽ തന്നെ ഒരു ഫോർമാറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ആ ഫോർമാറ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഫില്ല് ചെയ്താലും മതിയാവും. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. വേറെ ഏത് ഫോർമാറ്റിൽ ഫില്ല് ചെയ്താലും ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതിൽ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക. അതിൻ്റെ ഒപ്പം അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഓർ OBC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും, ഇതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ബയോഡേറ്റയുടെ ഒപ്പം വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അവിടെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ കമ്പനിയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റത്തെ ജോബിൽ വരുന്നത്. ആൻഡ് രണ്ടാമത്തെ നോട്ടീസ് വരുന്നത് സീനിയർ റിസർച്ച് ഫെലോ ആണ്. ഇതിനകത്ത് 2 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതും 3 വർഷത്തെ കോൺട്രാക്റ്റിൽ വരുന്ന ജോബ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് സാലറി വരുന്നത് 37,000 ആണ് ഒരു പെർ മന്ത് വരുന്നത് ആദ്യത്തെ 2 വർഷത്തേക്ക്. മൂന്നാമത്തെ വർഷം അത് 42,000 ആയിരിക്കും പെർ മന്ത് സാലറി. ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഡിഗ്രി ഓർ MFC ഇൻ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജി ഓർ റിലവൻറ്റ് സബ്ജക്ട്, or fisheries business management or fisheries economics, post graduation or master degree in business management or MBA, food technology, food science, industrial fisheries technology from a recognized യൂണിവേഴ്സിറ്റി. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സും 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സാണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. 3 ഇയർ OBC കാൻഡിഡേറ്റ്സിന്, 5 ഇയേഴ്സ് SC ST കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് 9/10/2025 രാവിലെ 10:30 ആ ദിവസം തന്നെ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിലായിരിക്കും രജിസ്ട്രേഷൻ വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ മുന്നത്തെ ജോബിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ ബയോഡേറ്റയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൊടുക്കുക. ബയോഡേറ്റ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. ആ ഫോർമാറ്റൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അടുത്ത് വന്നിരിക്കുന്ന ജോബ് എന്ന് പറയുന്നത് റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്. ഇതൊരു അതിൽ ഒരു വാക്കൻസിയും അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ വർക്കർ ഓർ ലേബർ ഒരു വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. 2 ജോബാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് 3 ഇയർ കോൺട്രാക്റ്റ് ആണ്. ഒരു മാസം നിങ്ങളുടെ പേയ്മെന്റ് വരുന്നത് 20,000 രൂപയാണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിഷറീസ് സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജി, ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജി, ബിസിനസ്
ബിസിനസ് മാനേജ്മെൻറ്റ്, BBA ഓർ BBM ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സും 60% മാർക്കോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെ തന്നെയാണ്. ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് കോൺട്രാക്ട് വർക്കർ ഓർ ലേബറിലേക്ക് വരുന്നത് 15,000 രൂപയാണ് നിങ്ങളുടെ പെർ മന്ത് പേ വരുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഹോൾഡർ ആയിരിക്കണം ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പാസ് വിത്ത് ഗുഡ് വർക്കിംഗ് നോളേജ് എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര മാർക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് വർക്കിംഗ് നോളേജ് ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 21 വയസ്സ് മുതൽ 45 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെയാണ്. ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ വരുന്നത് 10/10/2025 10:30 തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദെൻ അടുത്ത് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് യങ് പ്രൊഫഷണൽ നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒരു വാക്കൻസിയാണ്. ഇതും 1 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. ഇത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാവുന്ന വാക്കൻസിയാണ്. 30,000 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. BCom അല്ലെങ്കിൽ BBA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 1 ഇയർ ഇൻ റിലവൻറ്റ് ഫീൽഡ്. ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് IT ആപ്ലിക്കേഷൻസ്, വിർച്വൽ മീറ്റിംഗ് പ്ലാറ്റ്ഫോം, കമ്പ്യൂട്ടർ സ്കിൽസ്, MS വേർഡ്, എക്സൽ, PowerPoint, ടാലി ഇതൊക്കെ അറിയുമെങ്കിൽ അത് നിങ്ങൾക്കൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. ദെൻ ഏജ് ലിമിറ്റ് വരുന്നത് 21 വയസ്സ് മുതൽ 45 വയസ്സാണ്. ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് 15/10/2025 10:30 ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത്. രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്ലാസ് 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതേ ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസം വന്നിട്ടുള്ള എല്ലാ ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസും നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.